ഹിതന്മാർക്ക് ആകെ കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ആ ടൂർ. അത് വെച്ചുകൊണ്ട് മീഡിയ വണ്ണിൽ ഒരുക്കിയ വട്ടമേശയിൽ വെച്ചുകൊണ്ട് ഘോരഘോരം ഗീർവാണങ്ങൾ അജിംസും നിഷാദ് റാവുത്തരും ഒന്നൊന്നായി വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ഒരു വിധവയ്ക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കാനോ ലോകം കാണാനുള്ള അർഹതയില്ലേ? ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി എന്ന് പറയുന്ന പ്രഭാഷകന്റെ പ്രസംഗത്തിന്റെ ആകത്തുക ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റൂല എന്നോ ഒരു സ്ത്രീക്ക് കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റൂല എന്നൊന്നുമുള്ള ആശയങ്ങളല്ല. മറിച്ച് സോഷ്യൽ മീഡിയകളിലും പൊതു ഇടങ്ങളിലൊക്കെ ഇസ്ലാം സ്ത്രീകളുടെ രംഗപ്രവേശനത്തിന് പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് സ്ത്രീ സമൂഹം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ആണും പെണ്ണും രംഗപ്രവേശനം ചെയ്ത് ഇസ്ലാമിക അച്ചടക്കങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും മതപരമായി അതിനെ തിരുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത്. അതിലേക്ക് അദ്ദേഹം തന്റെ ഏറനാടൻ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ സരളമായ ശൈലിയിലോ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ചില പരാമർശങ്ങളെ പൊക്കിയെടുത്തുകൊണ്ടാണ് ഈ പശ്ചാത്തല സൗകര്യം മൗദൂദികൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അതല്ലാതെ ഒരു പെണ്ണിന് കേരളം വിട്ട് പുറത്തെവിടെയും പോകാൻ പാടില്ല എന്നോ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള സ്ഥലങ്ങളിൽ വിധവയോ അല്ലാത്തതായ സ്ത്രീകൾക്ക് ഇസ്ലാമിക മര്യാദ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയോ പുറത്തു പോവുകയോ ചെയ്തുകൂടാ എന്നൊന്നുമുള്ള ആശയം പ്രതിഫലിപ്പിക്കലല്ല ആ പ്രഭാഷണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ആടിനെ പട്ടിയാക്കുക എന്നത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഐഡന്റിറ്റി ആയതുകൊണ്ട് അതിൽപ്പെട്ടൊരു ഏർപ്പാടായി ഇതിനെയും നമുക്ക് കാണാവുന്നതാണ്. ആ മതപണ്ഡിതന്റെ ആ പ്രതികരണത്തെ നമ്മൾ എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ട്? ആ പ്രതികരണങ്ങളുടെ ആശയത്തെ ഒട്ടുമേ ഒരു വിശ്വാസിക്ക് വിമർശിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇബ്രാഹിം സക്കാഫി പുയിക്കാട്ടേരി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്നത് വളരെ വ്യക്തമായി നമ്മുടെ അബ്ദുൽ വഹാബ് വാക്കഫി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മനോരമ ടിവിയും അതുപോലെ തന്നെ മറുനാടൻ മലയാളിയും അതുപോലെ തന്നെ എല്ലാ ചാനലുകളും, മീഡിയ വണ്ണും അടക്കമുള്ള എല്ലാ ചാനലുകളും വളരെ ആത്മാർത്ഥതയോടെ ഈ വിഷയം എടുത്ത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. കേരളം മൊത്തം ഇന്ന് ചർച്ച ചെയ്തതും സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറലായ പ്രസംഗം ഉസ്താദിൻ്റെ ഒരു വാക്കുകൾ അടർത്തി മാറ്റിക്കൊണ്ട് അതിനെ എങ്ങനെ ആടിനെ പട്ടിയാക്കുന്നത് പോലെ വിഷയങ്ങൾ എടുത്തുവെച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഉസ്താദ് ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ അബ്ദുൽ വഹാബ് വാക്കഫി വളരെ പച്ച മലയാളത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നബീസ് ഉമ്മ ഒരു മണാലിയിൽ പോയി ട്രിപ്പ് പോയതിന് എതിരായോ ആ കുടുംബത്തിനെതിരായോ നമ്മുടെ ഉസ്താദ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ പോലും ആ സ്ത്രീ എന്ന് മാത്രമല്ല, ആ സ്ത്രീ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അനിസ്ലാമികമായ രീതിയിൽ പൊതുരംഗത്തേക്ക് ഇസ്ലാമിലുള്ള സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ചില സാമാന്യ മര്യാദകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പാലിക്കാത്ത സമയത്ത് അത് ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മതപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു വിധവയായ സ്ത്രീയോ അല്ലാത്ത ഒരു സ്ത്രീയോ ഒരു ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ ദൂരയാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനോ ഒന്നും ഇസ്ലാം എതിരല്ല എന്ന് ഇബ്രാഹിം സക്കാഫി എന്ന് പറയുന്ന ഉസ്താദ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും അബ്ദുൽ വഹാബ് വാക്കഫി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇതൊന്നും അല്ല സത്യം എന്നൊരു രീതിയിൽ ഒരു വിധവയായ ഒരു സ്ത്രീക്ക് അടങ്ങി മൂലക്കിരിക്കണം, ദിക്റും സ്വലാത്തും ചൊല്ലി മറ്റെവിടെയും പോകാൻ പാടില്ല എന്ന രീതിയിൽ ഉസ്താദ് പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും വളരെ പച്ചക്ക് ഉസ്താദിനെ അങ്ങ് ഏറിൽ കയറ്റുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല യാഥാർത്ഥ്യം. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ശരീഅത്തിൻ്റെ നിയമപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പോലും ആ ഉസ്താദിൻ്റെ മൂല്യങ്ങളെയോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന വാചകങ്ങളെയോ എതിർക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമ്മൾ അബ്ദുൽ വഹാബ് വാക്കഫി പറയുന്ന വാക്കുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പണ്ഡിതൻ സംസാരിച്ച സംസാരത്തിന്റെ കണ്ടന്റ്, അതിന്റെ ആശയം സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം, അനിയന്ത്രിതമായ അനിസ്ലാമികമായ രീതിയിൽ റീലുകൾ ഇടുകയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മതവിരുദ്ധമാണ്. അള്ളാഹുവിൽ വിശ്വാസമുള്ള ഇസ്ലാമിക ശരീഅത്ത് പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ ആ നിയമങ്ങൾക്ക് വിധേയപ്പെടണം എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആകത്തുക. അതിന് ആരാണ് പിന്തുണക്കാത്തത്? അതിനോട് ആരാണ് വിയോജിപ്പ്? അപ്പോൾ ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളുടെ ആകെ മൊത്തം ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അനിസ്ലാമികമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ഇടുകയും അതുപോലെ തന്നെ റീലുകൾ ഇടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മതവിരുദ്ധമാണ്
എന്നാണ് ഉസ്താദ് പറഞ്ഞതിൻ്റെ ആകെ മൊത്തം ഒരു അർത്ഥം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ദീനാണ്. ആ ദീനിനെ അനുസരിച്ച് അതിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുള്ള നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഉസ്താദ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെ നബി സുബ്ഹാനെ ചീത്ത പറയാനോ അവരുടെ യാത്രയെ മോശമാക്കാനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്രമിക്കാനോ ഒന്നും തന്നെ ഉസ്താദ് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങൾ എല്ലാം കൂടി ഒത്തുചേർന്ന് കൊണ്ട് അദ്ദേഹം ഈ ഉമ്മയുടെ പേരോ ഇദ്ദേഹത്തിൻ്റെ നാടോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. എന്നാൽ മാധ്യമങ്ങളാണ് നബി സുബ്ഹാന്റെ യാത്രയും അതുപോലെ തന്നെ ഈ പേരും എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഉമ്മാനെ സമൂഹത്തിലേക്ക് മോശക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചത് തീർച്ചയായിട്ടും അത് പൊതുനിര മാധ്യമങ്ങൾ തന്നെയാണ്. അത് സോഷ്യൽ മീഡിയക്ക് വലിയൊരു പങ്ക് ആ ഒരു കാര്യത്തിനുണ്ട്. അല്ലാതെ ഉസ്താദ് പറഞ്ഞ ആ വിഷയം അവിടെ വെച്ച് തീർന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാവുകയായിരുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അൻസാരി ഉസ്താദിനെ നമ്മുടെ മീഡിയ വണിലെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചപ്പോൾ അൻസാരി ഉസ്താദ് പറഞ്ഞ ഒരു മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. അൻസാരി അല്ലേ? സൂരി. ഓക്കെ, എന്റെ പേര് ഷഹീദ്. ഞാൻ മാതൃഭൂമി ചാനലാണ്. പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ഉമ്മ യാത്ര പോയതായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ മൂപ്പരുടെ ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ? അതെ അതെ അതെ. അപ്പൊ അതിപ്പം ചിലൊരു വിവാദമായി അവരെ കുടുംബം അവരെ കുടുംബത്തിന് വിളിക്കുന്ന ആളെ പേരെന്താ? ഷഹീദ്. ഷഹീദ്, ഞാനേ അവരുടെ മകളുണ്ട് അവിടെ ജസ്റ്റിന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ അവിടെ മകളുടെ പേര് ജിഫ്ന എന്ന് പറഞ്ഞ ജിഫ്ന ഇട്ട വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ? ഞാൻ കണ്ടു. അത് അതിനകത്ത് അവര് പറയുന്നത് ഈ കുടുംബത്തെ അവര് പറയുന്നത് ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടിക്കപ്പെടുകയാണ്. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിലും മറ്റേതെങ്കിലും പ്രകടനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത്. അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അവർക്കുണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് സാമൂഹ്യ വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു കാര്യം മാതൃഭൂമി ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതെ അതെ. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്ന്? ആ വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം? എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ. അപ്പൊ അൻസാരി ഉസ്താദ് പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. അൻസാരി ഉസ്താദ് പറയുകയാണ്, മോനെ, ആ ഉമ്മയുടെ മകളായ ജിഫ്ന എന്ന് പറയുന്ന പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് പങ്കുവെച്ച ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഉസ്താദ് പറഞ്ഞ സംഘടനാപരമായോ മതപരമായോ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു നിലക്കും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് ആ കുട്ടി തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അത് മോൻ അറിയുമോ എന്ന് വളരെ ഹാസ്യരൂപേണ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, കേരളം വലിയൊരു പ്രശ്നമാണ്, അത് ചർച്ച ചെയ്യാൻ ഉസ്താദ് വരുമോ എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാജ്യവിവരങ്ങൾ ചോർത്തിയതിൻ്റെ പേരിൽ 3 ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അത് മോൻ അറിയുമോ? ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഉസ്താദ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതല്ല അവർക്ക് ആവശ്യം. ഈ വിഷയങ്ങൾ സമൂഹത്തിൽ വെച്ചുകൊണ്ട് വളരെ എന്തോ ഒരു വലിയ ഒരു തെറ്റ് ഒരു ഉസ്താദ് പറഞ്ഞു വെച്ചിരിക്കുന്നു, അതിനെ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് ശരിയാക്കണം എന്ന രീതിയിൽ എല്ലാ മാധ്യമങ്ങളും കൂടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതിനെ ചൂട്ടുപിടിക്കാനും നമ്മുടെ മീഡിയ വണ്ണെ പോലുള്ള ഒരു ചാനൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ മോശകരമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് യാതൊരു കാരണവശാലും ആ കുടുംബത്തെ വേദനിപ്പിക്കാനോ ആ കുടുംബത്തിൻ്റെ യാത്രയെയോ അദ്ദേഹത്തിൻ്റെ കുട്ടികളെയോ ബഹുമാനിക്കാൻ ഒന്നും തന്നെ ഉസ്താദ് ഉദ്ദേശിച്ചിരുന്നില്ല. ഉസ്താദ് ഒരു ദീന് മാത്രം പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അതും മതപരമായ ആൾക്കാർ മാത്രം ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ചാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഉണർത്തുക എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, മതത്തെക്കുറിച്ച് പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിൽ ആത്യന്തികമായി മറുപടി പറയാനും അതുപോലെ തന്നെ നമ്മളെ ഉപദേശിക്കാനും അർഹതപ്പെട്ട അല്ലെങ്കിൽ അധികാരമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ പറയുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് കളിയാക്കി ചിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തീർത്ത് കേൾക്കാതെ അദ്ദേഹം ഏറനാട് ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സരസമായ രീതിയിലോ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കിനെ മാത്രം അടർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിരുന്ന സോഷ്യൽ മീഡിയ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു സമൂഹത്തെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറ്റം പറയുകയോ ചെയ്യുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഏവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും തന്നെയാണ്.
അല്ലാതെ അദ്ദേഹത്തിൻ്റെ സരസമായ ഒരു ശൈലി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലൊരു വാക്കെടുത്ത് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ പുറപ്പെടുന്ന ഈ പുറപ്പാട് വെറുതെയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നും അത് ദീനിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കതിനെ തള്ളിപ്പറയാൻ വേണ്ടി പറ്റുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.